ഇന്നത്തെ ലെസൺ പ്രിപ്പോസിഷൻസിനെ കുറിച്ചാണ്. ഒരു പ്രിപ്പോസിഷന് പലപ്പോഴും പലതരത്തിലുള്ള യൂസസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒന്നിലധികം പ്രിപ്പോസിഷൻസ് നമുക്ക് ചിലപ്പോൾ ഒരേ കാര്യം പറയുന്നതിന് വേണ്ടിയും ഉപയോഗിക്കാം. പ്രിപ്പോസിഷൻസിന്റെ കേസിൽ നമുക്ക് ചില ജനറൽ ഗൈഡ് ലൈൻസ് അത് തരാൻ മാത്രമേ സാധിക്കൂ. ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കേണ്ടി വരുന്ന പ്രിപ്പോസിഷൻസ്, അവയുടെ കറക്റ്റ് യൂസ്, അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്നലെ രാത്രി ഞാൻ 2 മണിക്കൂർ TV കണ്ടു. ഡ്യൂറേഷനെ കുറിച്ചാണ് പറയുന്നത്. എത്ര സമയം എന്ന് കൃത്യമായി പറയുന്നുണ്ട്. 2 മണിക്കൂർ. ഇങ്ങനെ കൃത്യമായി ഒരു ഡ്യൂറേഷൻ പറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൂടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഫോർ ആണ്. ഇന്നലെ രാത്രി ഞാൻ TV കണ്ടു. ഇന്നലെ രാത്രി, ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചാണ് ഇത് പറയുന്നത്. ഒരു കാര്യം എപ്പോൾ നടന്നു എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. I watched TV for 2 hours last night. ഇന്നലെ രാത്രി ഞാൻ 2 മണിക്കൂർ TV കണ്ടു. For 2 hours, 2 മണിക്കൂർ. ഫോറിന്റെ കൂടെയും സിൻസിന്റെ കൂടെയും പൊതുവെ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കണം എന്നാണ് പഠിച്ചിട്ടുള്ളത്. കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ഇങ്ങനെ പ്രസന്റ് പെർഫെക്റ്റോ പാസ്റ്റ് പെർഫെക്റ്റോ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് കഴിഞ്ഞൊരു സംഭവമാണ്. ഇന്നലെ 2 മണിക്കൂർ കണ്ടു. ഇത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ച് തന്നെ പറയാം. I watched TV for 2 hours last night. എത്ര സമയം ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നീണ്ടു നിന്നു എന്ന് പറയാൻ ഉപയോഗിക്കുന്നത് ഫോർ ആണ്. I watched TV for 2 hours last night. ഞാൻ ഇവിടെ ഒരാഴ്ച ഉണ്ടാവും. ഫ്യൂച്ചറിലാണ്. നമുക്കിത് സിമ്പിൾ ഫ്യൂച്ചർ ഉപയോഗിച്ച് പറയാം. ഞാൻ ഇവിടെ ഉണ്ടാവും. I will be here. ഒരാഴ്ച, for 1 week. I will be here for a week. ഞാൻ ഇവിടെ ഒരാഴ്ച ഉണ്ടാവും. ഐ വിൽ ഹിയർ എന്ന് പറഞ്ഞാൽ പോരാ, ഐ വിൽ ബി ഹിയർ. അങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ഇവിടെ ഉണ്ടാവും എന്നർത്ഥം വരുന്നുള്ളൂ. ഐ ആം ഹിയർ എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഉണ്ട്. ആം ബിയുടെ ഒരു ഫോമാണ്. മോഡൽ വേർബ്സ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഈ കാര്യം പറയാൻ സാധിക്കില്ല. വിൽ മാത്രം ഉപയോഗിച്ചാൽ ഉണ്ടാവും എന്ന മീനിങ് വരില്ല. വില്ലിന് ശേഷം ബി വരുമ്പോഴാണ് ഉണ്ടാവും എന്നർത്ഥം വരുന്നത്. ഐ വിൽ ബി ഹിയർ ഫോർ എ വീക്ക്. ഞാൻ ഇവിടെ ഒരാഴ്ച ഉണ്ടാവും. ഫിലിം കാണുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. ഞാൻ ഉറങ്ങിപ്പോയി എന്നെങ്ങനെയാ പറയാം? ഐ ഫെൽ അസ്ലീപ്പ്. ഞാൻ ഉറങ്ങിപ്പോയി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് തന്നെ. സിനിമ കാണുന്നതിനിടയിൽ. നമുക്കിത് പല രീതിയിൽ പറയാം. ഡ്യൂറിങ് ദ ഫിലിം എന്ന് പറയാം. ഡ്യൂറിങ് ഒരു പ്രിപ്പോസിഷൻ തന്നെയാണ്. പ്രിപ്പോസിഷൻസിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുക നൗൺസോ പ്രൊനൗൺസോ ING ഫോംസോ ആയിരിക്കും. ക്ലോസുകൾ നമുക്ക് പ്രിപ്പോസിഷന് ശേഷം ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇതേ കാര്യം തന്നെ നമുക്ക് വൈൽ ഉപയോഗിച്ചും പറയാം. വൈൽ ആക്ച്വലി ഒരു കൺജങ്ഷൻ ആണ്. വൈലിന് ശേഷം പിന്നെ വരിക ഒരു ക്ലോസ് ആണ്. ഐ ഫെൽ അസ്ലീപ് വൈൽ ഐ വാസ് വാച്ചിങ് TV. അങ്ങനെയും നമുക്ക് ഈ കാര്യം പറയാവുന്നതാണ്. വൈൽ ഐ വാസ് വാച്ചിങ് ദ മൂവി. ഐ ഫെൽ അസ്ലീപ് വൈൽ ഐ വാസ് വാച്ചിങ് ദ മൂവി. ഡ്യൂറിങ് ദ മൂവി എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കിടയിൽ. വൈൽ ഐ വാസ് വാച്ചിങ് ദ മൂവി എന്ന് പറയുമ്പോൾ ഞാൻ സിനിമ കാണുന്നതിനിടയിൽ. ഡ്യൂറിങ് പ്രിപ്പോസിഷൻ ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ നൗൺ ആണ് ഉപയോഗിച്ചത്. വൈൽ ഒരു കൺജങ്ഷൻ ആയതിനാൽ പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ക്ലോസ് ആണ്. സബ്ജക്റ്റും വെർബും എല്ലാം വേണം. ഐ ഫെൽ അസ്ലീപ് വൈൽ ഐ വാസ് വാച്ചിങ് ദ മൂവി. മൂവി കാണുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. 5 മണിയോടെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തണം. ഒരു കാര്യം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സമയത്തോടു കൂടി ചെയ്യണം എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബൈ ആണ്. ബിഫോർ ഉപയോഗിച്ചാൽ അതിന് മുമ്പ് എന്നർത്ഥം വരും. എറൗണ്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് മുമ്പോ അല്ലെങ്കിൽ അല്പസമയം കഴിഞ്ഞോ ആവാം എന്നൊരു മീനിങ് ആണ് വരുന്നത്. 5 മണിയോടെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തണം. ഞങ്ങൾക്ക് എത്തണം. വി ഹാവ് ടു റീച്ച് ദ എയർപോർട്ട് അല്ലെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ടു ദ എയർപോർട്ട്. 5 മണിയോടെ ബൈ 5 o'clock. വി ഹാവ് ടു റീച്ച് ദ എയർപോർട്ട് ബൈ 5 o'clock. വി ഹാവ് ടു ഗെറ്റ് ടു ദ എയർപോർട്ട് ബൈ 5 o'clock എന്നും പറയാം. റീച്ച് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ അതിനുശേഷം പ്രിപ്പോസിഷൻ ഒന്നും വരുന്നില്ല. ഗെറ്റിന് ശേഷം നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഗെറ്റ് ടു എന്ന് പറയുമ്പോൾ എത്തുക, റീച്ച്, ആ ഒരു മീനിങ് തന്നെയാണ് അതിനുള്ളത്. ബൈ 5 o'clock എന്ന് പറയുമ്പോൾ 5 മണിക്ക് അല്ലെങ്കിൽ അതിന് മുമ്പ് എന്നർത്ഥമാണുള്ളത്. 5 മണിക്ക് ശേഷം എന്തായാലും അത് പോവില്ല. എറൗണ്ട് 5 o'clock എന്ന് പറയുമ്പോൾ അത് 5 മണിക്ക് മുമ്പും ആവാം, 5 മണിക്ക് ഏതാനും മിനിറ്റുകൾക്ക് ശേഷവും ആവാം. രാത്രിയിൽ മഴ പെയ്തു. ഇറ്റ് റെയിൻഡ് ഇൻ ദ നൈറ്റ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദ നൈറ്റ്. നൈറ്റിന്റെ കൂടെ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ് അല്ലേ? പക്ഷെ അത് നമ്മൾ രാത്രികളെ കുറിച്ച് ജനറലി സംസാരിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. വി ക്യാൻ സീ സ്റ്റാർസ് അറ്റ് നൈറ്റ്. രാത്രി നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ വി ക്യാൻ സീ ദ മൂൺ അറ്റ് നൈറ്റ്. രാത്രി ചന്ദ്രനെ കാണാൻ സാധിക്കും. ഇത് എല്ലാ രാത്രികളിലും സത്യമായ കാര്യമാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നൈറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഇവിടെ രാത്രി മഴ പെയ്യാറുണ്ട് എന്നല്ല പറയുന്നത്. രാത്രിയിൽ മഴ പെയ്തു. നമ്മൾ സംസാരിക്കുന്ന ഇന്നലത്തെ രാത്രിയെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പെർട്ടിക്കുലർ നൈറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്.
ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ അറ്റ് നൈറ്റ് അല്ല ഇൻ ദ നൈറ്റ് ആണ് ഉപയോഗിക്കുക. ഇവിടെ ഇതേ കാര്യം പറയാൻ നമുക്ക് ഡ്യൂറിങ് ഉപയോഗിക്കാം. ഇറ്റ് റെയിൻഡ് ഇൻ ദ നൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് റെയിൻഡ് ഡ്യൂറിങ് ദ നൈറ്റ് എന്ന് പറയാം. ഇറ്റ് റെയിൻഡ് അറ്റ് നൈറ്റ് എന്ന് പറയരുത്. ഇത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് അല്ല. ഒരു പെർട്ടിക്കുലർ രാത്രിയെ കുറിച്ച് പറയുമ്പോൾ ഇൻ ദ നൈറ്റ്. ഇന്നലെ രാത്രി ഞാൻ സിനിമയ്ക്ക് പോയി. ഐ വെന്റ് ടു ദ സിനിമ ലാസ്റ്റ് നൈറ്റ്, അല്ലെങ്കിൽ ഐ വെന്റ് ടു ദ മൂവീസ് ലാസ്റ്റ് നൈറ്റ്. ഐ വെന്റ് ടു ദ സിനിമ അല്ലെങ്കിൽ ഐ വെന്റ് ടു ദ മൂവീസ്. മൂവി അല്ല, മൂവീസ്. മൂവി കാണിക്കുന്ന ആ സ്ഥലത്തിനാണ് നമ്മൾ ദ മൂവീസ് എന്ന് പറയുന്നത്. ഐ വെന്റ് ടു ദ സിനിമ ലാസ്റ്റ് നൈറ്റ്. ഇന്റർവെല്ലിനിടയിൽ ഞാൻ രാഹുലിനെ കണ്ടു. ഐ സോ രാഹുൽ ഡ്യൂറിങ് ദ ഇന്റർവെൽ. ഇന്റർവെല്ലിന് ഇടയിൽ ഞാൻ രാഹുലിനെ കണ്ടു. ഐ സോ രാഹുൽ ഡ്യൂറിങ് ദ ഇന്റർവെൽ. ഇടയിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഡ്യൂറിങ് ഉപയോഗിക്കുന്നത്. വൈകുന്നേരത്തോടെ നിങ്ങൾ ജോലി പൂർത്തിയാക്കണം. നിങ്ങൾ പൂർത്തിയാക്കണം. യു ഹാവ് ടു ഫിനിഷ് ദ ജോബ് ബൈ ഈവനിങ്. വൈകുന്നേരത്തോടെ എന്ന് പറയുമ്പോൾ ബൈ ഈവനിങ്. യു ഹാവ് ടു ഫിനിഷ് ദ ജോബ് ബൈ ഈവനിങ്. യു ഹാവ് ടു എന്നതിന് പകരം യു ഷുഡ് ഉപയോഗിക്കാം. യു ഷുഡ് ഫിനിഷ് ദ ജോബ് ബൈ ഈവനിങ്. ഹാവ് ടു കുറച്ചുകൂടി സ്ട്രോങ് ആണ്. അവിടെ ഒരു നിർബന്ധമുണ്ട്. ഷുഡ് ഉപയോഗിച്ച് നമ്മൾ ഈ കാര്യം പറയുമ്പോൾ ആ നിർബന്ധം അവിടെയില്ല. നിങ്ങൾ പൂർത്തിയാക്കിയാൽ നല്ലത്, ആ ഒരു മീനിങ്ങേ വരുന്നുള്ളൂ. 12 മണിവരെ ഞാൻ കാത്തു നിന്നു. ഐ വെയിറ്റഡ് അണ്ടിൽ 12 o'clock. ഇവിടെ അപ് ടു ഉപയോഗിക്കരുത്, അണ്ടിൽ. സമയത്തിനെ കുറിച്ച് പറയുമ്പോൾ 12 മണിവരെ എന്ന് പറയാൻ അണ്ടിലാണ് ഉപയോഗിക്കുന്നത്. ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്ക് ടിൽ ഉപയോഗിക്കാം. ഐ വെയിറ്റഡ് ടിൽ 12 o'clock. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി. ദെൻ ഐ വെന്റ് ഹോം. ഐ വെയിറ്റഡ് അണ്ടിൽ 12 o'clock ആൻഡ് ദെൻ ഐ വെന്റ് ഹോം. പിന്നെ ഞാൻ വീട്ടിൽ പോയി, അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി. മഴ തോരുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാം. വി ക്യാൻ വെയിറ്റ് അല്ലെങ്കിൽ ലെറ്റ്സ് വെയിറ്റ് അണ്ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഇവിടെ അണ്ടിലിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ക്ലോസ് ആണ്. കഴിഞ്ഞ സെന്റൻസിൽ അണ്ടിൽ 12 o'clock എന്ന് പറയുമ്പോൾ അണ്ടിലിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ഒരു നൗൺ ആയിരുന്നു. അണ്ടിൽ നമുക്ക് പ്രിപ്പോസിഷനായും ഉപയോഗിക്കാം, കൺജങ്ഷനായും ഉപയോഗിക്കാം. കൺജങ്ഷനായി ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനുശേഷം ക്ലോസ് ആണ് വരിക. പ്രിപ്പോസിഷനായി ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം വരുന്നത് ഒരു നൗൺ ആയിരിക്കും. ലെറ്റ്സ് വെയിറ്റ് അണ്ടിൽ ദ റെയിൻ സ്റ്റോപ്സ്. മഴ നിൽക്കുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാം. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്റ്റേഷനിലെത്തി, ട്രെയിൻ അതിനു മുമ്പ് പോയി. ഇവിടെ പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അതിൽ ഒരു ആക്ഷൻ ആദ്യം നടന്നു, പിന്നെ അതിന് ശേഷമാണ് രണ്ടാമത്തെ ആക്ഷൻ നടക്കുന്നത്. ഇങ്ങനെ പാസ്റ്റിലുള്ള 2 കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലെ ആ ആദ്യം നടന്ന കാര്യം ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. രണ്ടാമത് നടന്ന കാര്യത്തിനെ കുറിച്ച് പറയാൻ സിമ്പിൾ പാസ്റ്റ് ആണ് ഉപയോഗിക്കുക. ട്രെയിൻ പോയിട്ടുണ്ടായിരുന്നു. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും. ഞങ്ങൾ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്നല്ല പറയുന്നത്. വേണമെങ്കിൽ നമുക്കിവിടെ വെൻ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കാം. എത്തിയപ്പോഴേക്കും എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ബൈ ദ ടൈം ആണ്. The train had left by the time we reached the station. The train had left by the time we reached the station. അല്ലെങ്കിൽ we got to the station. Reached simple past tenseലാണ്, go toയും simple past tense തന്നെയാണ്. By the time ഒരു preposition അല്ല, അതൊരു conjunction ആണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു clause ആണ്. ഞാൻ അരമണിക്കൂറിൽ തിരിച്ചു വരും. I will be back in half an hour. I will be back in half an hour. ട്രെയിൻ 2 മിനിറ്റിൽ പോകുന്നുണ്ടാവും. ദ ട്രെയിൻ വിൽ ബി ലീവിങ് ഇൻ 2 minutes. 2 മിനിറ്റിൽ ഇൻ 2 minutes. അരമണിക്കൂറിൽ ഇൻ ഹാഫ് ആൻ അവർ. ദ ട്രെയിൻ വിൽ ബി ലീവിങ് ഇൻ 2 minutes. ഞാൻ 2 ദിവസത്തിൽ നീന്താൻ പഠിച്ചു. ഐ ലേൺ ടു സ്വിം ഇൻ 2 days. ഞാൻ 2 ദിവസത്തിൽ നീന്താൻ പഠിച്ചു. ഐ ലേൺ ടു സ്വിം ഇൻ 2 days. ഇൻ 2 days എന്ന് പറയുമ്പോൾ 2 ദിവസത്തിൽ. ഇനി അറ്റ്, ഓൺ, ഇൻ, ഈ 3 പ്രിപ്പോസിഷൻസിൻ്റെയും ഏറ്റവും കോമൺ ആയ യൂസസ് നോക്കാം. ഈ 3 പ്രിപ്പോസിഷൻസ് നമ്മൾ സമയത്തിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ പൊസിഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. ഡിഫറൻസസ് ഉണ്ട്. അറ്റ് ഉപയോഗിക്കുന്ന കോമൺ എക്സ്പ്രഷൻസ് നോക്കാം. അറ്റ് നൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നൈറ്റിൻ്റെ കൂടെ നമ്മൾ അറ്റ് മാത്രമല്ല ഇന്നും ഉപയോഗിക്കും. അറ്റ് നൈറ്റ് ജനറലി രാത്രികളെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ്. വി ക്യാൻ സീ സ്റ്റാർസ് അറ്റ് നൈറ്റ്. രാത്രി നമുക്ക് നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കും. ഐ ഡോണ്ട് ലൈക്ക് ടു വർക്ക് അറ്റ് നൈറ്റ്. എനിക്ക് രാത്രി ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. അറ്റ് ദ വീക്കെൻഡ്, ഇത് ഓൺ ദ വീക്കെൻഡ് എന്നും നമുക്ക് പറയാവുന്നതാണ്. അറ്റ് ക്രിസ്മസ്, പബ്ലിക് ഹോളിഡേയ്സിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ്. അറ്റ് ക്രിസ്മസ്, അറ്റ് നവരാത്രി, അറ്റ് ഓണം, അറ്റ് ഈദ്. അറ്റ് ദ മൊമെന്റ്, ഈ നിമിഷത്തിൽ. അറ്റ് പ്രസന്റ്, അതിനും അർത്ഥം തന്നെയാണ് ഇപ്പോൾ.
ക്ലോക്ക് ടൈംസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റ് ആണ്. അറ്റ് 5 o'clock 5 മണിക്ക്, അറ്റ് 5:30, അറ്റ് 11:30 11:30, അറ്റ് മിഡ് നൈറ്റ് പാതിരാത്രിക്ക് 12 മണിക്ക്, അറ്റ് ലഞ്ച് ടൈം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള ആ സമയത്തിനിടയിൽ, ആ സമയത്ത്, അറ്റ് സൺറൈസ് അല്ലെങ്കിൽ അറ്റ് സൺസെറ്റ്. സമയത്തിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. ഒരു കാര്യം എപ്പോൾ നടന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റാണ്. ദിവസങ്ങളുടെ കൂടെ അതേപോലെ തന്നെ തീയതികളുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഓൺ ഫ്രൈഡേ അല്ലെങ്കിൽ ഓൺ ഫ്രൈഡേയ്സ് എന്ന് പറയുമ്പോൾ വെള്ളിയാഴ്ചകളിൽ. ഓൺ ഫ്രൈഡേ എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫ്രൈഡേയെ കുറിച്ചാണ് പറയുന്നത്. ഓൺ ജാനുവരി 26, ജനുവരി 26. ഡേറ്റ്സിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനും ഓൺ തന്നെയാണ്. കുറച്ചുകൂടി ലോങ് ആയ പീരിയഡ്സ് ഓഫ് ടൈമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. ഇൻ സമ്മർ, ഇൻ വിന്റർ, ഇൻ ജൂൺ, ഇൻ 2005, ഇൻ ദ 19th century. ഇതുപോലത്തെ എക്സ്പ്രഷൻസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഇൻ ആണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേയെ കുറിച്ച് പറയുമ്പോൾ ഓൺ വേണം ഉപയോഗിക്കാൻ. ഓൺ വെനസ്ഡേ അങ്ങനെയാണ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ സമയത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റാണ്. അറ്റ് 11 o'clock 11 മണിക്ക്. ഇൻ ദ പാസ്റ്റ്, ഇൻ സമ്മർ, ഇൻ ഫ്യൂച്ചർ. ഇവിടെ ഇൻ ദ ഫ്യൂച്ചർ എന്നും പറയാം അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ എന്നും പറയാം. ഇന്നും ഓണും ഉപയോഗിക്കുന്ന ചില കോമൺ എക്സ്പ്രഷൻസ് നോക്കാം. ഇൻ ദ മോർണിംഗ്, ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ഈവനിങ്. ഈ 3 നൗൺസിന്റെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻ എന്ന പ്രിപ്പോസിഷൻ ആണ്. ഇൻ ദ ആഫ്റ്റർനൂൺ എന്ന് വേണം പറയാൻ. ആഫ്റ്റർനൂൺ എന്ന് പറയുമ്പോൾ തന്നെ ഉച്ചയ്ക്ക് ശേഷമല്ലേ എന്ന് തോന്നാം. അതിന്റെ കൂടെ ഇൻ എന്ന പ്രിപ്പോസിഷൻ കൂടി വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദിവസമാണെങ്കിലോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഓൺ ആണ്. ഓൺ മൺഡേ അല്ലെങ്കിൽ ഓൺ മൺഡേ മോർണിംഗ്. മോർണിംഗിന് മുന്നിൽ മൺഡേ വരുമ്പോൾ പിന്നെ ഇന്നല്ല ഉപയോഗിക്കുന്നത്. ഇൻ ദ മോർണിംഗ് എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ആ മോർണിംഗിന് മുന്നിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ദിവസത്തെ മോർണിംഗിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഓൺ മൺഡേ മോർണിംഗ് ആണ്. ഐ ഓൾവേസ് ഫീൽ സ്ലീപ്പി ഓൺ മൺഡേ മോർണിംഗ്സ്. എനിക്ക് തിങ്കളാഴ്ച രാവിലകളിൽ എപ്പോഴും ഉറക്കം വരാറുണ്ട്. ഓൺ മൺഡേ മോർണിംഗ്സ്. ഓൺ സൺഡേ ഈവനിങ്സ്, ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ. വി യൂഷ്വലി വാച്ച് എ മൂവി ഓൺ സൺഡേ ഈവനിങ്സ്. ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ പൊതുവെ ഒരു സിനിമ കാണാറുണ്ട്. ലാസ്റ്റ്, നെക്സ്റ്റ്, ദിസ്, എവരി. ഈ അഡ്ജക്റ്റീവ്സിനും ഡിറ്റർമിനേഴ്സിനും മുന്നിലെ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യരുത്. ഐ സോ ഹിം ലാസ്റ്റ് വീക്ക്. ഐ സോ ഹിം ഇൻ ദ ലാസ്റ്റ് വീക്ക് അല്ല, ഐ സോ ഹിം ലാസ്റ്റ് വീക്ക്. ദേ ഗോട്ട് മാരീഡ് ഇൻ മാർച്ച്. മാർച്ചിന് മുന്നിൽ നമ്മൾ ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചു. ദേ ഗോട്ട് മാരീഡ് ലാസ്റ്റ് മാർച്ച്. കഴിഞ്ഞ മാർച്ചിൽ അവർ വിവാഹിതരായി. ഇവിടെ ലാസ്റ്റ് മാർച്ച് എന്ന എക്സ്പ്രഷന്റെ കൂടെ നമ്മൾ ഇൻ ഉപയോഗിക്കുന്നില്ല. ദേ ഗോട്ട് മാരീഡ് ഇൻ ദ ലാസ്റ്റ് മാർച്ച് അല്ല, ലാസ്റ്റ് മാർച്ച്. ഷീ ഈസ് അറൈവിംഗ് ഓൺ മൺഡേ. അവൾ തിങ്കളാഴ്ച വരുന്നുണ്ട്. മൺഡേക്ക് മുന്നിൽ നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഷീ ഈസ് അറൈവിംഗ് നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച അവൾ വരുന്നുണ്ട്. ഷീ ഈസ് അറൈവിംഗ് ഇൻ ദ നെക്സ്റ്റ് വീക്ക് അല്ല, ഷീ ഈസ് അറൈവിംഗ് നെക്സ്റ്റ് വീക്ക്. നെക്സ്റ്റ്, ലാസ്റ്റ്, ദിസ്, എവരി ഇതിന്റെ ഒന്നും കൂടെ നമ്മൾ അറ്റ്, ഓൺ, ഇൻ ഈ പ്രിപ്പോസിഷൻസ് യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ടുമോറോ, ടുഡേ, യെസ്റ്റർഡേ ഇവരുടെ കൂടെയും നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നില്ല. സി യു ടുമോറോ, നാളെ കാണാം. സി യു ഇൻ ദ ടുമോറോ എന്നോ സി യു ഓൺ ദ ടുമോറോ എന്നോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. സി യു ടുമോറോ. തീവണ്ടികൾ ഒരിക്കലും സമയത്ത് വരാറില്ല. കൃത്യസമയത്ത് വരാറില്ല. കൃത്യസമയത്തിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഓൺ ടൈം ആണ്. ട്രെയിൻസ് നെവർ അറൈവ് ഓൺ ടൈം. തീവണ്ടികൾ ഒരിക്കലും സമയത്ത് വരാറില്ല. ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ ടൈം. മീറ്റിംഗ് കൃത്യസമയത്ത് തന്നെ തുടങ്ങി. 6 മണിക്ക് തുടങ്ങാനിരുന്ന മീറ്റിംഗ് 6 മണിക്ക് തന്നെ തുടങ്ങിയാൽ നമ്മൾ പറയുക ദ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഓൺ ടൈം എന്നാണ്. ഓൺ ടൈമിന്റെ ഓപ്പോസിറ്റ് ആണ് ലേറ്റ്. ബി ഓൺ ടൈം, സമയത്ത് തന്നെ വരണം. ഡോണ്ട് ബി ലേറ്റ്, വൈകരുത്. ദേ അറൈവ്ഡ് അറ്റ് 5 o'clock. 5 o'clock എന്ന ക്ലോക്ക് ടൈമിന് മുന്നിൽ നമ്മൾ ഉപയോഗിച്ചത് അറ്റാണ്. 5:30, 10:45 ഇതുപോലത്തെ ടൈമിന്റെ കൂടെ ഓ ക്ലോക്ക് ഉപയോഗിക്കരുത്. ഷി അറൈവ്ഡ് അറ്റ് 10:30. ഷി അറൈവ്ഡ് അറ്റ് 10:30 ഓ ക്ലോക്ക് എന്ന് പറയരുത്. ഷി അറൈവ്ഡ് അറ്റ് 10:30. ദേ അറൈവ്ഡ് ഓൺ ഫ്രൈഡേ. വെള്ളിയാഴ്ച അവർ വന്നു. ആഴ്ചയിലെ ദിവസങ്ങൾക്ക് മുന്നിൽ ഓൺ ആണ് ഉപയോഗിക്കുന്നത്. ദേ അറൈവ്ഡ് ഇൻ ജൂൺ. അവർ ജൂണിൽ വന്നു. മാസങ്ങൾക്ക് മുന്നിൽ ഇൻ ആണ് ഉപയോഗിക്കുന്നത്. ദേ അറൈവ്ഡ് ലാസ്റ്റ് വീക്ക്. അവർ കഴിഞ്ഞ ആഴ്ച വന്നു. ഇവിടെ ഒരു പ്രിപ്പോസിഷനും ഉപയോഗിച്ചിട്ടില്ല. ലാസ്റ്റിന്റെ കൂടെ നമ്മൾ പ്രിപ്പോസിഷൻസ് ഉപയോഗിക്കുന്നില്ല. ട്രെയിൻ വരുമ്പോഴേക്കും ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഇവിടെ നമുക്ക് വേണമെങ്കിൽ വി റീച്ച്ഡ് ദ സ്റ്റേഷൻ ബൈ ദ ടൈം ദ ട്രെയിൻ അറൈവ്ഡ് എന്ന് പറയാം. അതിനർത്ഥവും ട്രെയിൻ വരുമ്പോഴേക്കും ഞങ്ങൾ എത്തി എന്ന് തന്നെയാണ്. ഈ ഒരു കാര്യം നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. അതായത് ആ ട്രെയിൻ കിട്ടാൻ പാകത്തില് അതിനനുസരിച്ച് ഞങ്ങൾ സ്റ്റേഷനിലെത്തി. 6 മണിക്ക് പോകുന്ന ട്രെയിൻ ആണെങ്കിൽ അത് നമുക്ക് പിടിക്കണമെങ്കിൽ നമ്മളൊരു 5:50 സ്റ്റേഷനിൽ എത്തണം. 6 മണിക്ക് എത്തിയാൽ നമുക്ക് ആ ട്രെയിൻ കിട്ടാൻ സാധ്യതയില്ല. അതായത് ആ കൃത്യസമയത്തിന് മുന്നിൽ
ഒരല്പം സമയം സ്പെയർ ചെയ്യാനുണ്ടാവുന്ന രീതിയിൽ നമ്മൾ അവിടെ എത്തണം. ഇത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഇൻ ടൈം ആണ്, ഓൺ ടൈം അല്ല. വി റീച്ച്ഡ് ദ സ്റ്റേഷൻ അല്ലെങ്കിൽ വി ഗോട്ട് ടു ദ സ്റ്റേഷൻ ജസ്റ്റ് ഇൻ ടൈം ഫോർ ദ ട്രെയിൻ. ഇതിനർത്ഥം നമ്മൾ ഒരുപാട് നേരത്തെ ഒന്നും എത്തിയിട്ടില്ല, എന്നാൽ ആ ട്രെയിന് കംഫർട്ടബിളി അത് പിടിക്കാൻ ആവശ്യമായ അത്രയും സമയം സ്പെയർ ചെയ്യാൻ പാകത്തിൽ നമ്മൾ സ്റ്റേഷനിൽ എത്തുകയും ചെയ്തു. 6 മണിക്ക് പോകുന്ന ട്രെയിൻ ആണെങ്കിൽ നമ്മൾ ഒരു പക്ഷേ 5:45 5:50 സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇൻ ടൈം നമ്മൾ ഉപയോഗിക്കുന്നത് ലാസ്റ്റ് മിനിറ്റിന് മുമ്പ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഓൺ ടൈം ഉപയോഗിക്കുന്നത് കൃത്യസമയത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഇവിടെ നമുക്ക് ഏതാനും നിമിഷങ്ങൾ സ്പെയർ ചെയ്യാനുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇൻ ടൈം ഉപയോഗിക്കുക. വി ഗോട്ട് ടു ദ സ്റ്റേഷൻ ജസ്റ്റ് ഇൻ ടൈം ഫോർ ദ ട്രെയിൻ. ഒരു കുട്ടി റോഡിലേക്ക് ഓടി വന്നു. എ ചൈൽഡ് റാൻ ഇൻ ടു ദ റോഡ്. കാറിന് മുന്നിൽ പെട്ടു. ഇൻ ഫ്രണ്ട് ഓഫ് ദ കാർ. എ ചൈൽഡ് റാൻ ഇൻ ടു ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കാർ. ഭാഗ്യവശാൽ എനിക്ക് സമയത്ത് നിർത്താൻ കഴിഞ്ഞു. ഫോർച്ചുനേറ്റ്ലി ഐ മാനേജ് ടു സ്റ്റോപ്പ് ഇൻ ടൈം. ഇവിടെ നമ്മൾ ഓൺ ടൈം അല്ല ഉപയോഗിക്കുക. കുട്ടിയെ ഇടിച്ചതിന് ശേഷം നിർത്തിയിട്ട് കാര്യമില്ല. കുട്ടിയെ ഇടിക്കുന്നതിന് മുമ്പ് വാഹനം നിർത്താൻ സാധിക്കണം. കുട്ടിയെ ഇടിക്കുന്നതിന് മുമ്പ്, ആ അവസാന നിമിഷത്തിന് മുമ്പ് എനിക്ക് നിർത്താൻ കഴിഞ്ഞു. ഈ മീനിങ്ങിൽ വേണം ഇൻ ടൈം യൂസ് ചെയ്യാൻ. കളിയുടെ അവസാനം കളിക്കാർ കൈകൊടുത്തു. ദ പ്ലേയേഴ്സ് ഷുക്ക് ഹാൻഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഗെയിം. കളിയുടെ അവസാനം അറ്റ് ദ എൻഡ് ഓഫ് ദ ഗെയിം ആണ്. കളിയുടെ തുടക്കം ആദ്യം അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഗെയിം ആണ്. അറ്റ് ദ ബിഗിനിങ്ങിന്റെ ഓപ്പോസിറ്റ് ആണ് അറ്റ് ദ എൻഡ്. കളിയുടെ അവസാനം കളിക്കാർ കൈകൊടുത്തു. ദ പ്ലേയേഴ്സ് ഷുക്ക് ഹാൻഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഗെയിം. എനിക്ക് രാത്രിയിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ ഡോണ്ട് ലൈക്ക് ടു വർക്ക് അറ്റ് നൈറ്റ്. എനിക്ക് രാത്രിയിൽ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ടു വർക്ക് എന്നും പറയാം, ഐ ഡോണ്ട് ലൈക്ക് വർക്കിംഗ് അറ്റ് നൈറ്റ് എന്നും പറയാം. ഞാൻ രാത്രിയിൽ പല പ്രാവശ്യം ഉണർന്നു. ഞാൻ രാത്രിയിൽ പല പ്രാവശ്യം ഉണരാറുണ്ട് എന്നല്ല പറയുന്നത്. ഏതോ ഒരു പെർട്ടിക്കുലർ നൈറ്റിൽ സംഭവിച്ച കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് അറ്റ് നൈറ്റ് അല്ല, ഇൻ ദ നൈറ്റ് ആണ്. ഐ വോക്ക് അപ്പ് സെവറൽ ടൈംസ് ഇൻ ദ നൈറ്റ് അല്ലെങ്കിൽ ഡ്യൂറിങ് ദ നൈറ്റ്. ഐ വോക്ക് അപ്പ് സെവറൽ ടൈംസ് ഡ്യൂറിങ് ദ നൈറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻ ദ നൈറ്റ് എന്ന് പറയാം. അറ്റ് നൈറ്റ് പറയരുത്. ഇറ്റ് റെയിൻ ഡ്യൂറിങ് ദ നൈറ്റ്. രാത്രിയിൽ മഴ പെയ്തു, അല്ലെങ്കിൽ ഇറ്റ് റെയിൻഡ് ഇൻ ദ നൈറ്റ്. ഇവിടെയും അറ്റല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ മാസത്തിന്റെ ആദ്യം എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. ഐ വാസ് വെരി ഇൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് മന്ത്. ഐ വാസ് വെരി ഇൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് മന്ത്. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദിസ് മന്ത് എന്ന് പറയുമ്പോൾ ഈ മാസത്തിന്റെ ആദ്യം, അതിന്റെ തുടക്കത്തിൽ എനിക്ക് തീരെ സുഖമില്ലായിരുന്നു. ഐ എം പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്. ഇതിനർത്ഥം എന്താ? എനിക്ക് മാസത്തിന്റെ അവസാനമാണ് സാലറി ലഭിക്കുന്നത്. ഐ എം പെയ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത്. ആദ്യം എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിനെ കുറിച്ചല്ല പറയുന്നത്, നമ്മൾ അവരുമായി ഇന്ററാക്ട് ചെയ്ത് തുടങ്ങിയ സമയത്തിനെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം ഇഷ്ടമല്ലായിരുന്നു. ഈ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ അറ്റ് ദ ബിഗിനിങ് അല്ല, അറ്റ് ഫസ്റ്റ് ആണ്. അറ്റ് ഫസ്റ്റ് എനിക്ക് അവനെ ഇഷ്ടമല്ലായിരുന്നു. ഐ ഡിഡിൻ ലൈക്ക് ഹിം. ഐ ഡിഡിൻ യൂസ് ടു ലൈക്ക് ഹിം. പക്ഷെ പിന്നീട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. ബട്ട് ലേറ്റർ വി ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. അല്ലെങ്കിൽ നമുക്കിത് ഇങ്ങനെയും പറയാം, ബട്ട് ഇൻ ദ എൻഡ് വി ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. അറ്റ് ഫസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻ ദ എൻഡ്. അറ്റ് ഫസ്റ്റ് ഐ ഡിഡിൻ ലൈക്ക് ഹിം, ബട്ട് ഇൻ ദ എൻഡ് അവസാനം വി ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. പിന്നീട് എന്നതിന് ലേറ്റർ എന്ന് തന്നെയാണ് പറയുക. അവസാനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇൻ ദ എൻഡ് ഉപയോഗിക്കുന്നത്. അറ്റ് ഫസ്റ്റ് ഐ ഡിഡിൻ ലൈക്ക് ഹിം, ബട്ട് ഇൻ ദ എൻഡ് വി ബിക്കെയിം ഗുഡ് ഫ്രണ്ട്സ്. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി മാറി. അവധിക്കാലം ചിലവഴിക്കാൻ എവിടെ പോകണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാനായില്ല. വി കുഡിൻ ഡിസൈഡ്. എവിടെ പോകണമെന്ന്, വേർ ടു ഗോ ഫോർ അവർ ഹോളിഡേയ്സ്. വി കുഡിൻ ഡിസൈഡ് വേർ ടു ഗോ ഫോർ അവർ ഹോളിഡേയ്സ്. ഞങ്ങളുടെ ഹോളിഡേയ്സ് സ്പെൻഡ് ചെയ്യാൻ എവിടെ പോകണമെന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഞങ്ങൾ എവിടെയും പോയില്ല. ഇത് ആ ഒരു സിറ്റുവേഷന്റെ അവസാനം എന്നൊരർത്ഥത്തിലാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ അറ്റ് ദ എൻഡ് അല്ല, ഇൻ ദ എൻഡ് ആണ്. ഇൻ ദ എൻഡ് വി ഡിഡിൻ ഗോ എനിവർ. വി ഡിഡിൻ ഗോ എനിവർ ഇൻ ദ എൻഡ്. അവസാനം ഞങ്ങൾ എവിടെയും പോയില്ല. എ ഡിക്ലറേറ്റീവ് സെന്റൻസ് യൂഷ്വലി ഹാസ് എ ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദ ബിഗിനിങ് ആൻഡ് എ ഫുൾ സ്റ്റോപ്പ് അറ്റ് ദ എൻഡ്. ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് തുടങ്ങുന്നത് അതിന്റെ ആദ്യം തുടക്കത്തിൽ ഒരു ക്യാപിറ്റൽ ലെറ്ററും അതിന്റെ അവസാനം ഒരു ഫുൾ സ്റ്റോപ്പും ഉണ്ടാവും. ഇവിടെ നമ്മൾ അറ്റ് ഫസ്റ്റും ഇൻ ദ എൻഡും അല്ല ഉപയോഗിക്കുന്നത്, അറ്റ് ദ ബിഗിനിങ്ങും അറ്റ് ദ എൻഡും ആണ്. എന്തെങ്കിലും ഒന്നിന്റെ ആദ്യം അവസാനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ അറ്റ് ദ ബിഗിനിങ്ങും അറ്റ് ദ എൻഡും ഉപയോഗിക്കുന്നത്. ഒരു മാസമാണെങ്കിൽ ആ മാസത്തിന്റെ ആദ്യവും അവസാനവും.
ഒരു കളിയാണെങ്കിൽ, ഒരു ഗെയിം ആണെങ്കിൽ ആ ഗെയിം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും. ഈ മീനിങ്ങിലല്ല നമ്മൾ അറ്റ് ഫസ്റ്റും ഇൻ ദ എൻഡും ഉപയോഗിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈമിനെ കുറിച്ച് പറയാനല്ല ആക്ച്വലി ഉപയോഗിക്കുന്നത്. പൊസിഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, സ്ഥാനത്തിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി ഇൻ, ഓൺ, അറ്റ് ഈ പ്രിപ്പോസിഷൻസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നിന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? വാട്ട് ഡു യു ഹാവ് ഇൻ യുവർ ഹാൻഡ്, അല്ലെങ്കിൽ വാട്ട് ഹാവ് യു ഗോട്ട് ഇൻ യുവർ ഹാൻഡ്. വാട്ട് ഹാവ് യു ഗോട്ട് ഇൻ യുവർ ഹാൻഡ്. ഇൻ യുവർ ഹാൻഡ് എന്ന് പറയുമ്പോൾ നിന്റെ കയ്യിൽ. കുട്ടികൾ കുളത്തിൽ നീന്തുകയായിരുന്നു. ദ ചിൽഡ്രൻ വേർ സ്വിമ്മിങ് ഇൻ ദ പൂൾ, അല്ലെങ്കിൽ ഇൻ ദ പോണ്ട്. ഇൻ ദ പോണ്ട്, ഇൻ ദ റിവർ, ഇൻ ദ സീ, ഇൻ ദ വെൽ. വാട്ടർ ബോഡീസിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. ദ ചിൽഡ്രൻ വേർ സ്വിമ്മിങ് ഇൻ ദ പൂൾ. അടുത്ത ജംഗ്ഷനിൽ വെച്ച് ഇടത്തേക്ക് തിരിയുക. ഇൻ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിൻ്റെയെങ്കിലും ഉള്ളിലുള്ള പൊസിഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. വെള്ളത്തിലാണ് കുട്ടികൾ നീന്തുന്നത്. വെള്ളത്തിന് പൂർണ്ണമായും ഉള്ളിലാണ് എന്നൊരർത്ഥമില്ല, എന്നാലും കുറേ ഭാഗങ്ങളെങ്കിലും വെള്ളത്തിനുള്ളിലാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇൻ ഉപയോഗിക്കുന്നത്. അറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, അതൊരു പോയിന്റ് തന്നെ ആവണമെന്നില്ല, അല്പം വലിയ സ്ഥലവുമാവാം, അവിടെയുള്ള പൊസിഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. സ്റ്റേഷനിൽ എന്ന് പറയാൻ നമ്മൾ ഇൻ ദ സ്റ്റേഷൻ അല്ല ഉപയോഗിക്കുക, അറ്റ് ദ സ്റ്റേഷനാണ്. അറ്റ് ദ എയർപോർട്ട്, അറ്റ് സ്കൂൾ, അറ്റ് ദ ക്ലബ്ബ്. അറ്റ് ദ ക്ലബ്ബ് എന്ന് പറയുമ്പോൾ അത് തീരെ ചെറിയൊരു സ്ഥലമല്ല, എന്നാലും നമ്മൾ അതിനെ ഒരു പെർട്ടിക്കുലർ ഒരു പോയിന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പൊസിഷൻസിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുക. അടുത്ത ജംഗ്ഷനിൽ വെച്ച് ഇടത്തോട്ട് തിരിയുക. ഇവിടെ ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പോയിന്റ് ആണ്. ടേൺ ലെഫ്റ്റ് അറ്റ് ദ നെക്സ്റ്റ് ജംഗ്ഷൻ. ഇൻ ദ നെക്സ്റ്റ് ജംഗ്ഷൻ എന്നോ ഓൺ ദ നെക്സ്റ്റ് ജംഗ്ഷൻ എന്നോ പറയരുത്, അറ്റ് ദ ജംഗ്ഷൻ. ടേൺ ലെഫ്റ്റ് അറ്റ് ദ നെക്സ്റ്റ് ജംഗ്ഷൻ. അടുത്ത ജംഗ്ഷനിൽ വെച്ച്, അവിടെ വച്ച് ഇടത്തോട്ട് തിരിയുക. ഞങ്ങൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുകയാണ്. ബസ്സിൽ നിന്നോ ട്രെയിനിൽ നിന്നോ ഇറങ്ങുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ ഗെറ്റ് ഓഫ് ആണ്. ഗെറ്റ് ഡൗൺ അല്ല, ഗെറ്റ് ഓഫ് ആണ്. വി ആർ ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഇവിടെയും നമ്മൾ ഉപയോഗിച്ച പ്രിപ്പോസിഷൻ അറ്റ് ആണ്. വി ആർ ഗെറ്റിംഗ് ഓഫ് ഇൻ ദ നെക്സ്റ്റ് സ്റ്റോപ്പ് അല്ല, വി ആർ ഗെറ്റിംഗ് ഓഫ് ഓൺ ദ നെക്സ്റ്റ് സ്റ്റോപ്പും അല്ല. വി ആർ ഗെറ്റിംഗ് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങുകയാണ്. വേണ്ടത്ര കസേരകൾ ഇല്ലാത്തതിനാൽ ഞങ്ങളിൽ ചിലർക്ക് നിലത്ത് ഇരിക്കേണ്ടി വന്നു. ഓൺ നമ്മൾ ഉപയോഗിക്കുന്നത് സർഫസിലുള്ള പൊസിഷനെ കുറിച്ച് പറയാനാണ്. അതായത് ഏതെങ്കിലും ഒരു പ്രതലത്തിന് മുകളിലുള്ള പൊസിഷനെ കുറിച്ച് പറയാനാണ് നമ്മൾ ഓൺ ഉപയോഗിക്കുന്നത്. ഇൻ ഉപയോഗിക്കുന്നത് അതിന് ഉള്ളിലുള്ള പൊസിഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. അറ്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ, അത് ചെറിയ പോയിന്റ് ആയിരിക്കാം, വലിയ പോയിന്റ് ആയിരിക്കാം, അവിടെയുള്ള പൊസിഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. വേണ്ടത്ര കസേരകൾ ഇല്ലാത്തതിനാൽ ഞങ്ങളിൽ ചിലർക്ക് നിലത്തിരിക്കേണ്ടി വന്നു. ചെയ്യേണ്ടി വന്നു, വി ഹാഡ് ടു. ചെയ്യേണ്ടി വന്നു എന്ന് പറയാൻ ഹാഡ് ടു ഉപയോഗിക്കുക. ചെയ്യേണ്ടതുണ്ട്, ചെയ്യണം എന്ന് പറയാൻ ഹാവ് ടു ഉപയോഗിക്കുക. ചെയ്യേണ്ടി വരുമെന്ന് പറയാൻ വിൽ ഹാവ് ടു ഉപയോഗിക്കുക. ചെയ്യേണ്ടി വന്നേക്കാം എന്ന് പറയാൻ മേ ഹാവ് ടു ഉപയോഗിക്കാം. വേണ്ടത്ര കസേരകൾ ഇല്ലാത്തതിനാൽ ഞങ്ങളിൽ ചിലർക്ക് നിലത്ത് ഇരിക്കേണ്ടി വന്നു. ഞങ്ങളിൽ ചിലർ, സം ഓഫ് us. നിലത്ത് ഇരിക്കേണ്ടി വന്നു, ഹാഡ് ടു സിറ്റ് ഓൺ ദ ഫ്ലോർ ബിക്കോസ് ദർ weren't enough chairs. As there weren't enough chairs, some of us had to sit on the floor. As, because, since ഈ മൂന്ന് കൺജങ്ഷൻ ഉപയോഗിച്ചും നമുക്ക് ഈ കാര്യം പറയാം. Some of us had to sit on the floor because there weren't enough chairs. Because ഉപയോഗിക്കുന്ന ക്ലോസസ് പൊതുവെ രണ്ടാമതാണ് വരിക, മെയിൻ ക്ലോസിന് ശേഷമാണ് വരിക. ഒരു സെന്റൻസ് ബിക്കോസ് ഉപയോഗിച്ച് തുടങ്ങാൻ പാടില്ല എന്നൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. പൊതുവെ ബിക്കോസ് നമ്മൾ രണ്ടാമതായാണ് ഉപയോഗിക്കാറ്. ആസ് ഉപയോഗിച്ച് തുടങ്ങുന്ന ക്ലോസുകൾ പൊതുവെ ആ സെന്റൻസിന്റെ ആദ്യം തന്നെയാണ് വരാറ്, അതിനുശേഷമാണ് മെയിൻ ക്ലോസ് വരാറ്. As there weren't enough chairs, some of us had to sit on the floor. നിലത്തിരുന്നു എന്ന് പറയുമ്പോൾ ആ നിലത്തിന് മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത്, നിലത്തിന് ഉള്ളിലല്ല. ഇങ്ങനെ മുകളിലുള്ള പൊസിഷനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഓൺ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നത്. ഓൺ ദ ഫ്ലോർ. നിന്റെ ഷർട്ടിൽ ഒരു കറയുണ്ട്. ഷർട്ടിന്റെ ഉള്ളിലുണ്ട് എന്നല്ല പറയുന്നത്, ഷർട്ടിന്റെ സർഫസിൽ, കാണാൻ പാകത്തിൽ. There is a stain on your shirt. നിന്റെ ഷർട്ടിൽ ഒരു കറയുണ്ട്. On your shirt. ഈ കുപ്പിയിൽ വെള്ളമില്ല. ഉള്ളിൽ, കുപ്പിയുടെ ഉള്ളിൽ വെള്ളമില്ല എന്നാണ് പറയേണ്ടത്. There is no water in the bottle. There is no water in the bottle. ഈ കുപ്പിയുടെ മുകളിൽ ഒരു ലേബലുണ്ട്. ആ ലേബല് ആ കുപ്പിയുടെ ഔട്ടർ സർഫസിൽ അവിടെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ്, പുറമെയാണ്. There is a label on the bottle. There is no water in the bottle. കുപ്പിക്ക് അകത്ത് വെള്ളമില്ല എന്ന് പറയുമ്പോൾ in the bottle. There is a label on the bottle. കുപ്പിയുടെ പുറത്ത്. അത് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് on ആണ്. There is a label on the bottle. വാതിലിന്റെ അവിടെ ആരോ ഉണ്ട്. വാതിലിന് പുറത്ത് അല്ലെങ്കിൽ വാതിൽക്കൽ ആരോ ഉണ്ട്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുക അറ്റാണ്.
There is someone at the door. There is someone at the door. Outside the door എന്നും പറയാം. അങ്ങനെ വരുമ്പോൾ അതിനർത്ഥം വാതിലിന് പുറത്ത് എന്നാണ്. അറ്റ് ദ ഡോർ എന്ന് പറയുമ്പോഴും വാതിലിന് പുറത്ത് തന്നെയാണ്. വാതിലിനോട് ചേർന്ന്, വാതിൽക്കൽ ആരോ ഉണ്ട്. ദർ ഈസ് സംവൺ അറ്റ് ദ ഡോർ. വാതിലിൽ ഒരു നോട്ടീസ് ഉണ്ട്. ആ വാതിലിന് മുകളിൽ ഒരു നോട്ടീസ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ദർ ഇസ് എ നോട്ടീസ് ഓൺ ദ ഡോർ. അറ്റ് ദ ഡോർ അല്ല, ഓൺ ദ ഡോർ. ആ നോട്ടീസ് ആ വാതിലിന്റെ സർഫസിലാണ്, അതിന്റെ ഉപരിതലത്തിലാണ്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ദർ ഇസ് എ നോട്ടീസ് ഓൺ ദ ഡോർ. അവളുടെ ചെറുവിരലിൽ അവൾ ഒരു വെള്ളി മോതിരം ധരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ധരിച്ചിട്ടുണ്ടായിരുന്നു. ഷി വാസ് വെയറിംഗ്. ഒരു വെള്ളി മോതിരം. എ സിൽവർ റിംഗ് ഓൺ ഹെർ ലിറ്റിൽ ഫിംഗർ. ഷി വാസ് വെയറിംഗ് എ സിൽവർ റിംഗ് ഓൺ ഹെർ ലിറ്റിൽ ഫിംഗർ. ഇന്നോ അറ്റോ അല്ല അവിടെ ഉപയോഗിക്കുന്നത്. ചെറുവിരലിൽ എന്നാണ് മലയാളത്തിൽ പറഞ്ഞത്. പക്ഷെ ഇംഗ്ലീഷിൽ ഇൻ എന്ന പ്രിപ്പോസിഷൻ അല്ല ഉപയോഗിക്കുന്നത്, ഓൺ എന്ന പ്രിപ്പോസിഷനാണ്. ആ വിരലിന് ചുറ്റും. ഷി വാസ് വെയറിംഗ് എ സിൽവർ റിംഗ് ഓൺ ഹെർ ലിറ്റിൽ ഫിംഗർ. അവന്റെ വലത് കവിളിൽ ഒരു വടു, ഒരു പാടമുണ്ട്. ഹി ഹാസ് എ സ്കാർ ഓൺ ഹിസ് റൈറ്റ് ചീക്ക്. കവിളിന് മുകളിലാണ്, കവിളിന്റെ സർഫസിലാണ് ആ പാട് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഹി ഹാസ് എ സ്കാർ ഓൺ ഹിസ് റൈറ്റ് ചീക്ക്. മുൻനിരയിലുള്ള ആ ഉയരമുള്ള ആൺകുട്ടി ആരാണ്? മുൻനിര, ഫ്രണ്ട് റോ. അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇന്നാണ്. ഫ്രണ്ട് റോ, മിഡിൽ റോ, ലാസ്റ്റ് റോ, സെക്കൻഡ് റോ, ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇന്നാണ്. ആ ആൺകുട്ടി ആരാണ്? ഹു ഈസ് ദാറ്റ് ടോൾ ബോയ് ഇൻ ദ ഫ്രണ്ട് റോ? ഹു ഈസ് ദാറ്റ് ടോൾ ബോയ് ഇൻ ദ ഫ്രണ്ട് റോ? മുൻനിരയിലുള്ള ഉയരമുള്ള ആൺകുട്ടി ആരാണ്? അയാളുടെ ഫ്ലാറ്റ് 6ാമത്തെ നിലയിലാണ്. ഹിസ് ഫ്ലാറ്റ് ഈസ് ഓൺ ദ 6th ഫ്ലോർ. ഇവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ഹിസ് ഫ്ലാറ്റ് ഈസ് ഓൺ ദ 6th ഫ്ലോർ. 6ാമത്തെ നിലയിലാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയെ നീ അറിയുമോ? ഈ ഫോട്ടോയിൽ, ഈ പിക്ചറിൽ, ഈ പുസ്തകത്തിൽ, ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ്. നീ അറിയുമോ? ഡു യു നോ. ആരെ? ഈ സ്ത്രീയെ. ഡു യു നോ ദ വുമൺ ഇൻ ദിസ് ഫോട്ടോ? ഡു യു നോ ദ വുമൺ ഇൻ ദിസ് ഫോട്ടോ? ഈ ഫോട്ടോയിലുള്ള സ്ത്രീയെ നീ അറിയുമോ? ഇന്ത്യയിൽ നമ്മൾ ഇടതുവശത്താണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇൻ ഇന്ത്യ വി ഡ്രൈവ് ഓൺ ദ ലെഫ്റ്റ്. അവൾ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റല്ല, ഇന്നാണ്. ഷീ ഈസ് ഇൻ ഹോസ്പിറ്റൽ. ഇവിടെ ദ ഉപയോഗിക്കുന്നില്ല, കാരണം അവർ ട്രീറ്റ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് അവർ ഹോസ്പിറ്റലിൽ താമസിക്കുന്നത്. ഹോസ്പിറ്റലിൽ അവരെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ ഹോസ്പിറ്റലാണ് ഉപയോഗിക്കുക. നമ്മൾ അവരെ കാണാനായി ചെല്ലുമ്പോൾ, നമുക്ക് ആ ഹോസ്പിറ്റൽ ഒരു മീറ്റിംഗ് പ്ലേസ് മാത്രമായി മാറുമ്പോൾ നമ്മൾ ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് പറയും. നിങ്ങളുടെ മകൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഡസ് യുവർ സൺ ഡു? നിങ്ങളുടെ മകൻ എന്ത് ചെയ്യുന്നു? അവൻ സ്ഥിരമായി എന്ത് ചെയ്യുന്നു എന്നാണ് ചോദ്യം. അതുകൊണ്ടാണ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചത്. അവൻ കോളേജിലാണ്. ഹീസ് അറ്റ് കോളേജ്, അല്ലെങ്കിൽ ഹീസ് അറ്റ് യൂണിവേഴ്സിറ്റി. ഇവിടെ നമ്മൾ ഇന്നല്ല ഉപയോഗിക്കുന്നത്, അറ്റാണ്. ഹീസ് അറ്റ് കോളേജ്, ഹീസ് അറ്റ് സ്കൂൾ, ഹീസ് അറ്റ് വർക്ക്. അവൻ എവിടെയാണ് ഈ സമയത്ത് എന്ന് പറയുന്നതിന് വേണ്ടിയും ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അല്ല, സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, കോളേജിൽ പോകുന്ന കുട്ടിയാണ് എന്നെല്ലാം പറയുന്നതിന് വേണ്ടിയും നമുക്ക് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. അറ്റ് കോളേജ് എന്നതിന് രണ്ടർത്ഥമുണ്ട്. ഇപ്പൊ അവൻ കോളേജിലാണ് എന്നൊരർത്ഥമുണ്ട്, അവൻ കോളേജിൽ പോകുന്ന കുട്ടിയാണ് എന്നൊരർത്ഥവും ഉണ്ട്. അവൾ ജോലി സ്ഥലത്താണ്. ഷീസ് അറ്റ് വർക്ക്. ഷീസ് ഇൻ ദ ഓഫീസ് എന്നും പറയാം. പക്ഷെ പൊതുവെ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻ അറ്റ് വർക്കാണ്. അവൻ യൂണിവേഴ്സിറ്റിയിൽ ഫിസിക്സ് പഠിക്കുകയാണ്. ഹീ സ്റ്റഡിയിങ് ഫിസിക്സ് അറ്റ് യൂണിവേഴ്സിറ്റി. ഹീ സ്റ്റഡിയിങ് ഫിസിക്സ് അറ്റ് യൂണിവേഴ്സിറ്റി. ഇവിടെയൊന്നും നമ്മുടെ യൂണിവേഴ്സിറ്റി, കോളേജ്, സ്കൂൾ അതിൻ്റെ ഒന്നും കൂടെ പൊതുവെ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നില്ല. ഹീ സ്റ്റഡിയിങ് ഫിസിക്സ് അറ്റ് യൂണിവേഴ്സിറ്റി. ഇന്നലെ വൈകുന്നേരം മുഴുവൻ ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഐ വാസ് അറ്റ് ഹോം. ഇന്നലെ വൈകുന്നേരം മുഴുവൻ. ഓൾ ഈവനിങ് യെസ്റ്റർഡേ. ഐ വാസ് അറ്റ് ഹോം ഓൾ ഈവനിങ് യെസ്റ്റർഡേ. ഹോം എന്ന നൗണിന് മുന്നിൽ നമ്മൾ ആകെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ അറ്റാണ്. മറ്റു പ്രിപ്പോസിഷൻസ് ടു, അതൊന്നും ഹോമിന് മുന്നിൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. ഐ വാസ് അറ്റ് ഹോം. ഇവിടെ തന്നെ നമുക്ക് അറ്റ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഐ വാസ് ഹോം എന്ന് പറഞ്ഞാലും മതി. ഐ വാസ് ഹോം ഓൾ ഈവനിങ് യെസ്റ്റർഡേ. കല്യാണത്തിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന് മാരേജ് എന്നല്ല, വെഡിങ് എന്ന് വേണം പറയാൻ. ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല. ദർ വെർ ഇൻ മെനി പീപ്പിൾ അറ്റ് ദ വെഡിങ്. ദർ വെർ ഇൻ മെനി പീപ്പിൾ അറ്റ് ദ വെഡിങ്. കല്യാണത്തിന്, അറ്റ് ദ വെഡിങ്, അറ്റ് ദ മീറ്റിംഗ്, അറ്റ് ദ കോൺഫറൻസ്, അറ്റ് ദ പാർട്ടി, അറ്റ് ദ കൺസേർട്ട്. ഈ എക്സ്പ്രഷൻസ് എല്ലാം ഓർത്തു വയ്ക്കാം. കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ വെച്ചാണ് മീറ്റിംഗ് നടന്നത്. ദ മീറ്റിംഗ് വാസ് ഹെൽഡ് അറ്റ് ദ കമ്പനീസ് ഹെഡ് ഓഫീസ്. ദ മീറ്റിംഗ് വാസ് ഹെൽഡ് അറ്റ് ദ കമ്പനീസ് ഹെഡ് ഓഫീസ്. ഇവിടെയും നമ്മൾ ഉപയോഗിച്ചത് അറ്റ് എന്ന പ്രിപ്പോസിഷനാണ്.
ആ ഒരു പോയിന്റിലാണ്, ആ ഒരു സ്ഥലത്താണ് മീറ്റിംഗ് നടന്നത്. അറ്റ് ദ കമ്പനീസ് ഹെഡ് ഓഫീസ്. ബസ് ഫുൾ ആയിരുന്നു. ദ ബസ് വാസ് ഫുൾ. അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ദർ വർ മെനി പീപ്പിൾ ഓൺ ഇറ്റ്. ബസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. ദ ബസ് വാസ് ഫുൾ. ദർ വർ ടു മെനി പീപ്പിൾ ഓൺ ഇറ്റ്. അതിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങോട്ട് ബസ്സിനാണോ വന്നത് അതോ നടന്നോ? നിങ്ങൾ ഇങ്ങോട്ട് ബസ്സിനാണോ വന്നത്? ഡിഡ് യു കം ഹിയർ ബൈ ബസ്? ഓർ അതോ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ ഓൺ ഫുട്ട്. ബൈ ഫുട്ട് അല്ല, ഓൺ ഫുട്ട് ആണ്. ഡിഡ് യു കം ഹിയർ ബൈ ബസ് ഓർ ഓൺ ഫുട്ട്? നടന്നാണോ വന്നത്? ബൈ ബസ് എന്ന എക്സ്പ്രഷനിൽ ആർട്ടിക്കിൾ ഇല്ല. ബൈ ദ ബസ് എന്ന് പറയരുത്. അവർ ഇങ്ങോട്ട് അവരുടെ കാറിലല്ല വന്നത്. ദേ ഡിഡിൻ കം ഹിയർ ഇൻ ദയർ കാർ. അവരുടെ കാറിൽ എന്ന് പറയുമ്പോൾ ഇൻ ദയർ കാർ. കാറിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇൻ ആണ്. ദേ ഡിഡിൻ കം ഹിയർ ഇൻ ദയർ കാർ. അവരൊരു ടാക്സിയിലാണ് വന്നത്. ദേ കെയിം ഇൻ എ ടാക്സി. ഇൻ എ ടാക്സി. ദേ കെയിം ബൈ ടാക്സി എന്നും പറയാം. ബൈ ടാക്സി ആണെങ്കിൽ പിന്നെ അതിന്റെ കൂടെ ആർട്ടിക്കിൾ ഇല്ല. ബൈക്ക് ശേഷം നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നില്ല. ദേ കെയിം ഇൻ എ ടാക്സി. നീ ഇങ്ങോട്ട് ബസ്സിനാണ് വരുന്നതെങ്കിൽ നീ ആ ട്രാഫിക് ലൈറ്റ് കഴിഞ്ഞുള്ള സ്റ്റോപ്പിൽ ഇറങ്ങണം. ഇഫ് യു ആർ കമ്മിങ് ഹിയർ ബൈ ബസ് അല്ലെങ്കിൽ ഇഫ് യു കം ഹിയർ ബൈ ബസ് യു ഷുഡ് ഗെറ്റ് ഓഫ് അറ്റ് ദ സ്റ്റോപ്പ് ആഫ്റ്റർ ദ ട്രാഫിക് ലൈറ്റ്സ്. If you are coming here by bus, you should get off at the stop after the traffic lights. Traffic lights കഴിഞ്ഞതിന് ശേഷമുള്ള സ്റ്റോപ്പിൽ, at the stop. ഈ ലെസൺ യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഏറ്റവും കോമൺലി യൂസ് ചെയ്യുന്ന 3-4 പ്രിപ്പോസിഷൻസ്, അതിന്റെ കറക്റ്റ് യൂസ് ആണ് നോക്കിയത്. അടുത്ത 3-4 ക്ലാസ്സുകളും പ്രിപ്പോസിഷൻസിനെ കുറിച്ച് തന്നെയായിരിക്കും. ഈ വീഡിയോസ് ഇഷ്ടമാവുന്നവർ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.